ആലപ്പുഴയിലേക്കാണ്. പുന്നപ്രയിൽ ദിനേശിനെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കിരണിന്റെ അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്തു. പിതാവ് കുഞ്ഞുമോൻ, മാതാവ് അശ്വതി എന്നിവരാണ് കേസിലെ 2ഉം 3ഉം പ്രതികൾ. വ്യക്തിവൈരാഗ്യമാണ് അമ്മയുടെ സുഹൃത്തായ ദിനേശിനെ കൊലപ്പെടുത്താൻ കിരണിനെ പ്രേരിപ്പിച്ചത്. ദേവൻ MP ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്. ദേവൻ, പോലീസിന്റെ റിപ്പോർട്ടിൽ അന്വേഷണത്തിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഈ പ്രതികൾ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതാണ് എന്നാണോ? അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഏതെങ്കിലും തെളിവുകളോ കണ്ടെത്തലുകളോ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇന്ന് കിരണിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഈ 2ഉം 3ഉം പ്രതികളായ അച്ഛനെയും അമ്മയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ടോ? സേതു, ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ 3 പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മൂന്ന് പേരെയും ഇപ്പോൾ ഈ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെയും ഈ തെളിവെടുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഒന്നുകൂടി ഇപ്പോൾ പ്രതികൾക്കും സ്ഥലത്തെത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് പറയുന്ന ഒരു പ്രകാരമാണെന്നുണ്ടെങ്കിൽ 3 പേരും ഈ ഒരു കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട്. അതായത് ഈ ഒരു കൊലപാതകം നടന്ന ശേഷം ഈ പ്രതിയെ ദിനേശിനെ മറവ് ചെയ്യാനുള്ളതിൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നും സഹകരണമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ വിവരം അറിഞ്ഞിട്ടും കിരണിന്റെ മാതാവടക്കം ഈ വിവരം പുറത്ത് പറഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റാരോടും പറഞ്ഞില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിൽ കൂടിയും കൊലപാതകത്തിന് സഹായിച്ചത്, കൊലപാതക ശേഷം മറവ് ചെയ്യാനടക്കം സഹായിച്ച കാര്യത്തിൽ ഇവരെ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കിരണിനെ ഈ സ്ഥലത്ത് എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പോലീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാവിലെ ഇന്ന് രാവിലെയൊക്കെ ഈ സ്ഥലത്ത് തെളിവെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും കൊലപാതകത്തിന് ഉപയോഗിച്ച ഇലക്ട്രിക് വയർ അടക്കമുള്ള കാര്യങ്ങൾ ഈ സംഭവ സ്ഥലത്ത് നിന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട ദിനേശിന്റെ മൊബൈൽ ഫോൺ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ വർഷങ്ങൾ നീണ്ട ഒരു പകയുടെ ഫലമാണ് ഈ ഒരു കൊലപാതകം എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ കിരണിന്റെ അമ്മയുടെ സുഹൃത്തായ ദിനേശിനുമായി മുമ്പും കിരൺ ഈ തരത്തിൽ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. ഇവർ തമ്മിൽ ഈ ഒരു സൗഹൃദമുള്ള കാര്യത്തിൽ കിരണിന് ഒരു എതിർപ്പുണ്ടായിരുന്നു. അതിനെ തുടർന്ന് മുൻപും ഈ തരത്തിൽ രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മുൻപ് ഒരു തവണ ഇതുപോലെ ഇരുവരും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. അന്ന് കിരണിനെ ഇത്തരത്തിൽ ദിനേശൻ മർദ്ദിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ ഒരു പക കൂടി ഈ കിരണിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്യണമെന്നുള്ളൊരു കാര്യത്തിലേക്ക് കിരണിന് ഇത് പോകുന്നത്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രാത്രി ദിനേശൻ ഇത്തരത്തിൽ വീട്ടിലേക്ക് വരുന്നുള്ളൊരു കാര്യം മാതാവിന്റെ ഫോണിൽ ഒരു മെസ്സേജായി കണ്ടതുകൊണ്ട് കിരൺ അത് മനസ്സിലാക്കുന്നു. തുടർന്നാണ് ഈ ഒരു കൊലപാതകത്തിനുള്ള ഒരു ആസൂത്രണം അവിടെ ചെയ്യുന്നത്. വീടിന്റെ പിൻഭാഗത്തായുള്ള മീറ്റർ ബോർഡിൽ നിന്നും വൈദ്യുതി കമ്പികൾ താഴെയുള്ള വീടിന്റെ പിന്നിൽ തന്നെയുള്ള ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ വൈദ്യുതി കമ്പി മീറ്ററിൽ നിന്നും വൈദ്യുതി കൊടുത്തിടുന്നു. അവിടെ സ്വാഭാവികമായും ആര് വന്നാലും അത് അവർക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു പദ്ധതിയാണ് കിരൺ തയ്യാറാക്കിയത്. അങ്ങനെ ഈ വെള്ളിയാഴ്ച രാത്രി അവിടേക്ക് എത്തിയ ദിനേശൻ ആ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് അവിടെ വീഴുന്നു. തുടർന്ന് ഈ മരണം ഉറപ്പിക്കാനായി ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി ഈ ഇലക്ട്രിക് വയർ ഉപയോഗിച്ചുകൊണ്ട് ഈ വീണ് കിടക്കുന്ന ദിനേശിന്റെ ദേഹത്തേക്ക് വീണ്ടും ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ മരണം കിരൺ ഉറപ്പാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തുടർന്നാണ് ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റി വീടിന് ഈ വഴിയിൽ തന്നെയുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ സമീപത്തേക്ക് മാറ്റിയിടാനായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന് സഹായിച്ചത് കിരണിന്റെ പിതാവായ കുഞ്ഞുമോനായിരുന്നു. എന്നാൽ ഇവരുടെ ഈ ഒരു പദ്ധതി, ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റിന് കീഴിൽ മൃതശരീരം കൊണ്ടിടാം എന്നുള്ള ഒരു പദ്ധതി മറ്റു കാരണങ്ങൾ കൊണ്ട് പാളി പോവുകയായിരുന്നു ചെയ്തത്. തുടർന്ന് ഇവർ രണ്ടുപേരും കൂടി ആ വീടിന്റെ മുൻഭാഗത്ത് തന്നെയുള്ള ഏകദേശം ഒരു 50 മീറ്റർ മാറി മുൻഭാഗത്ത് തന്നെയുള്ള ഒരിടത്തിലേക്ക് ഈ മൃതദേഹം കൊണ്ടിടുകയായിരുന്നു ചെയ്തിരുന്നത്. അവിടെയാണ് ഈ പറയുന്നത് പോലെ ഈ ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി നാട്ടുകാർ ഇത്തരത്തിലൊരു മൃതദേഹം അവിടെ കാണുന്നതും ഒപ്പം പോലീസ് എത്തി അതിന്റെ ബാക്കി നടപടികളെല്ലാം ചെയ്യുന്നതും. അപ്പോൾ പോലും അതൊരു അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസ് എടുത്തിരുന്നത്. കാരണം മൃതശരീരത്തിൽ മുറിപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്നും അങ്ങനെ ഒരു മുറിപ്പാടോടുകൂടി അവിടെ മറ്റേതെങ്കിലും തരത്തിൽ ശാരീരിക അസ്വസ്ഥത മൂലം മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ദേഹത്ത് മുറിപ്പാടുകൾ ആ ഒരു സ്ഥലത്ത് മൃതശരീരം ലഭിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് ഷോക്കേറ്റാണ് കിരൺ മരിച്ചതെന്നുള്ളൊരു കാര്യം പോലീസ് മനസ്സിലാക്കുന്നു. തുടർന്ന് പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ കിരണിലേക്ക് ഈ അന്വേഷണം വഴി നീളുന്നത്. അങ്ങനെയാണ് കിരണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതും. ഈ ചോദ്യം ചെയ്യലിൽ കിരൺ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു
കൊലപാതകത്തിന്റെ രീതിയെല്ലാം പോലീസിനോട് കിരൺ വിശദമാക്കിയത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ 3 പേരെയും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങിച്ചുകൊണ്ട് ഇനി വിശദമായ ചോദ്യം ചെയ്യലിലേക്കായിരിക്കും പോലീസ് കടക്കുക. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊലപാതകത്തിന്റെ കാര്യത്തിൽ ഈ മാതാപിതാക്കൾക്ക് കൂടി അറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടി ഒരു ആസൂത്രിതമായിട്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഈ വിവരം അറിഞ്ഞ ശേഷം മറച്ചു വെച്ചു, ആ ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മാതാവിന്റെ ആൺസുഹൃത്താണ് ഈ ഒരു കൊല ചെയ്യപ്പെട്ട ദിനേശൻ എന്ന് പറയുമ്പോഴും ഈ മാതാവ് കൂടി അറിഞ്ഞിട്ടാണോ ഈ ഒരു കൊലപാതകം നടത്തിയത്, അല്ലെങ്കിൽ പിതാവിന്റെയും മാതാവിന്റെയും അറിവോടുകൂടി തന്നെയാണോ കിരണി കൊലപാതകം നടത്തിയതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനെ തുടർന്നുള്ള ഒരു വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും പോലീസ് ഇനി 3 പേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുക. ഏതായാലും ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ കിരൺ അല്പസമയം മുമ്പും ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കിരണിന്റെ വീട്ടിൽ ഈ മാതാപിതാക്കളും ഉണ്ട്. അവരെയും ഇപ്പോൾ ആ വീട്ടിലിരുത്തിക്കൊണ്ട് കൊലപാതകം നടന്ന വീട്ടിലിരുത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പേരെയും ഇവിടെ നിന്നും അല്പസമയത്തിനകം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. സേതു. ശരി. ദേവൻ MP ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ അമ്മയുടെ സുഹൃത്തിനെ മകൻ കൊന്ന കേസിൽ പോലീസ് തെളിവെടുപ്പ്. ഇതിൽ ഈ കിരണിന്റെ അച്ഛനെയും അമ്മയെയും ഇപ്പോൾ 2-3 പ്രതികളാക്കിയിട്ടുണ്ട് പോലീസ്. 3 ഇന്ന് കോടതിയിലും ഹാജരാക്കും.